90-ാം സങ്കീർത്തനത്തിൽ മോശ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ 13-ാം വാക്യത്തിൽ കാണുന്നു, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതായത് തനി മലയാളത്തിൽ പറഞ്ഞാൽ എത്ര നാൾ ജീവിക്കും എന്നറിയാനുള്ള ബുദ്ധി ഞങ്ങൾക്ക് തരണമേ. പല സമയങ്ങളിലും നമ്മുടെ ഒരു ധാരണ നമ്മൾ ഒത്തിരി വർഷങ്ങൾ ജീവിച്ചിരിക്കും എന്നൊരു ചിന്തയാണ്. എന്നാൽ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ നമ്മുടെ ആയുസ് എത്രയെന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ കർത്താവേ, എനിക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം തരണം. എന്തിനാണെന്നറിയാമോ? എൻ്റെ നാളുകളെ നന്നായിട്ട് വിനിയോഗിക്കാൻ വേണ്ടി. ദൈവം തന്നിരിക്കുന്ന ആയുസ്, ആരോഗ്യം ഏറ്റവും നന്നായി വിനിയോഗിക്കാൻ കഴിയണമെങ്കിൽ ബുദ്ധി ഉണ്ടാകണം, ജ്ഞാനം ഉണ്ടാകണം. ജ്ഞാനമില്ലാത്തവർ പലപ്പോഴും അവർക്ക് ലഭിച്ച ആയുസ്സിനെയും ആരോഗ്യത്തെയും നഷ്ടപ്പെടുത്തി കളയും. ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങളുടെ സമ്പത്തോ ജോലിയോ മക്കളോ ഒന്നുമല്ല, മറിച്ച് നിങ്ങൾക്കുള്ള ആരോഗ്യവും നിങ്ങളുടെ ആയുസ്സുമാണ്. ഈ ആരോഗ്യത്തെ ഏറ്റവും നന്നായി സൂക്ഷിക്കണം. നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ആരോഗ്യമില്ലെങ്കിൽ ബാക്കിയെല്ലാം നിങ്ങൾക്കൊരു നഷ്ടമാണ്, അല്ലെങ്കിൽ പ്രയോജനരഹിതമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ നാളുകളെ എണ്ണാൻ പഠിപ്പിക്കണമേ എന്ന് മോശ അവിടെ പ്രാർത്ഥിക്കുന്നത്. എത്ര നാൾ ജീവിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിയാനൊരു വിവേകം, ലഭിച്ച ദിവസങ്ങൾ ജ്ഞാനത്തോടെ കഴിക്കാൻ കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നു. അതേസമയം തന്നെ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. എന്നിട്ട് തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ എഫേസ്യ ലേഖനം 5-ന്റെ 16-17 വാക്യങ്ങളിലൊക്കെയാണ് അവിടെ എടുത്തു പറയുന്നത്, ജ്ഞാനമുള്ളവർ അല്ലെങ്കിൽ അജ്ഞാനികളായി തീരാതെ എന്നെടുത്ത് പറയുക. പല സമയങ്ങളിലും നമ്മൾ അജ്ഞാനികളായി തീരുന്ന എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ സമയത്തെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ നമ്മൾ അജ്ഞാനികളായി തീരുകയാണ്. അപ്പം നമുക്ക് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. തൊട്ട് മുകളിലാണ് പൗലോസ് പറയുന്നത്, നമ്മൾ അജ്ഞാനികളായി തീരരുത്, പൊട്ടന്മാരായി തീരരുത്. നമുക്ക് ലഭിച്ചേക്കുന്ന ആയുസ് ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയട്ടെ. നമുക്കറിയാം, നമ്മുടെ ചുറ്റും കാണുന്ന ചെറിയ പുഷ്പങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ചെറിയ ചെടികൾ, അവയുടെ ആയുസ് കുറവായിരിക്കും, പക്ഷേ അവ പരത്തുന്ന സുഗന്ധം അത് വലുതാണ്. ഒരു റോസാപ്പൂ പരത്തുന്ന സുഗന്ധം, അത് നമ്മൾ ഉണ്ടാക്കുന്ന ആ പ്രചോദനമൊക്കെ വലുതാണ്. അതേസമയം നമ്മുടെ ചുറ്റുമുള്ള ഫലവൃക്ഷാദികൾ പല തരം ഫലങ്ങൾ നൽകുന്നതാണ്. അപ്പം നമ്മുടെ ഈ ചെറിയ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഫലം നൽകാൻ, മറ്റുള്ളവർക്ക് നന്മ നൽകാൻ, മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകാൻ കഴിഞ്ഞാൽ ഏറ്റവും അനുഗ്രഹമാണ്. പല ആളുകളും വിചാരപ്പെട്ടും നിരാശപ്പെട്ടും ജീവിതത്തെ ഇല്ലാതാക്കി കളയുന്നവർ, ആശങ്കപ്പെട്ട് ഇല്ലാതാക്കി കളയുന്നവരുണ്ട്. ആശങ്കപ്പെടേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട കാര്യമില്ല. പ്രശ്നങ്ങളും ചലഞ്ചുകളും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടാകുമെന്ന് പറഞ്ഞത് അവസാനമല്ല. ഒരു പരാജയം ഉണ്ടായത് അവസാനമല്ല, ഒരു തോൽവി ഉണ്ടായ അവസാനമല്ല. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു ബലം കൂടെ ദൈവം നിങ്ങളുടെ കൂടെ തന്നിട്ടുണ്ട്. അത് നാം ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചില്ലെങ്കിൽ നാം പലപ്പോഴും നിരാശപ്പെട്ടു പോകും. നിരാശപ്പെടേണ്ട കാര്യമില്ല, കാരണം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് എല്ലാ സമയത്തും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും ജ്ഞാനമുള്ള ഹൃദയം ഉണ്ടാകണം. അതായത് ദൈവം നമുക്ക് തന്ന ആയുസ്സിനെ നന്നായിട്ട് വിനിയോഗിപ്പാൻ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് പ്രയോജനം ഉണ്ടാകണം, നിങ്ങളുടെ സഭയ്ക്ക് പ്രയോജനം ഉണ്ടാകണം, നിങ്ങളുടെ ചുറ്റുപാടിന്, നിങ്ങളുടെ സമൂഹത്തിന്, ഒപ്പം ദൈവരാജ്യത്തിന് നിങ്ങളെ കൊണ്ട് പ്രയോജനം ഉണ്ടാകണം. ഈ ദൗത്യബോധം മനസ്സിലാക്കി മാത്രമേ മുൻപോട്ട് പോകാവൂ. ബൈബിളിലൊക്കെ ഒത്തിരി ആളുകളുടെ ജീവിത അനുഭവങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്, പരാജയങ്ങളും ജയവും കാണാൻ കഴിയുന്നുണ്ട്. എന്തിനാ ഈ പരാജയങ്ങളുടെ കഥ ബൈബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അത് നമുക്ക് പാഠമാക്കാനാണ്. എന്തിനാണ് വിജയിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അത് നമുക്ക് അനുഭവമാക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവിത അനുഭവങ്ങൾ നമുക്ക് വായിക്കാനും പഠിക്കാനും കഴിയുന്നത് നമുക്ക് ഒരനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഈ ലഭിച്ച ആയുസിൻ്റെ വില മനസ്സിലാക്കിയിട്ട്, ഇന്നത്തെ ദിവസത്തിൻ്റെ വില മനസ്സിലാക്കി, ഇന്ന് ലഭിച്ച മണിക്കൂറിൻ്റെ വില മനസ്സിലാക്കിയിട്ട് വേണം, കർത്താവേ, നീ എനിക്ക് തരുന്ന ആയുസ്, ആരോഗ്യം നിനക്ക് വേണ്ടി മാത്രം ഞാൻ ഉപയോഗിക്കും, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. എൻ്റെ വായിൽ നിന്നാകാത്തൊരു വാക്കും വരുത്തില്ല, എൻ്റെ കൈകളിൽ നിന്നാകാത്തൊരു പ്രവൃത്തി ഉണ്ടാകത്തില്ല. സത്യസന്ധതയോടെ, നേരോടെ, നിഷ്കളങ്കതയോടെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ ദൈവപ്രസാദം നമ്മിലും ഉണ്ടാകും. അങ്ങനെയുള്ളവരെ ദൈവം ഇന്നും നോക്കുകയാണ്. ഇയ്യോബിനെ പോലെ നിഷ്കളങ്കതയുള്ള ആളുകൾ, നോഹയെപ്പോലെ നീതിമാന്മാർ, അങ്ങനെയുള്ളവരെ ദൈവം നോക്കുന്നത്. നമുക്കും അങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നീതിയോടെ, നിഷ്കളങ്കതയോടെ ജീവിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.